മുകളിലുള്ള ചൂരൽ റോഡിലൂടെ വലിച്ചു പോകുന്നു. ഒരു 10-15 വർഷം, ഒരു 95-ലാണ്. അന്ന് ഈ മനുഷ്യരെന്നാ ഇത്രയും ചൂരൽ വള്ളിയായിട്ട് എങ്ങനെയാണ് MC റോഡിൽ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പിന്നാലെ കൂടിയപ്പോഴേ എനിക്ക് മനസ്സിലായി, കുരമ്പാല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ അടവി എന്ന് പറയുന്ന ഒരു ഉത്സവത്തിൽ ഇതിൽ ചൂരൽ ഉരുളിച്ച എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് പോലും. ഞാൻ അന്നാണ് മനുഷ്യൻ്റെ അത്ഭുതകരമായ കഴിവിനെ കുറിച്ച് ആലോചിച്ചത്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത ജീവിയാണ്. ഇത്രയും മുള്ളുള്ള ആ ഒരു ചെടിയിൽ പിന്നെ ശയനം ചെയ്യുകയാണെങ്കിൽ അവൻ എന്തുമാത്രം സഹനശേഷിയുള്ളവരായിരിക്കും, അവൻ്റെ വിശ്വാസം എന്തുമാത്രം ദൃഢമായിരിക്കും. നമുക്കത് അന്ധവിശ്വാസമാണെന്നും അല്ലെങ്കിൽ ഒരു അനാചാരമാണെന്നൊക്കെ തോന്നും നമ്മുടെ കണ്ണിലൂടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ. പക്ഷേ മനുഷ്യന് ഈ വിശ്വാസം മനുഷ്യന് എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തി കളയും. അവൻ്റെ ശരീരത്തിലെ ഇത്രയേറെ പരിക്കുകൾ ഏറ്റിട്ടും അതിന് വേദന ഇല്ലാത്ത രീതിയിൽ അവൻ അത് മാറ്റിക്കളയും. അന്ന് തൊട്ടിട്ട് ഈ ചൂരൽ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഇങ്ങനെ ഒരു കഥ ഓർമ്മ വരും. അപ്പം മനുഷ്യന് ഇങ്ങനെ വളരെ വലിയ രീതിയിൽ നമുക്ക് നമ്മുടെ യുക്തിക്ക് തിരിയാത്ത രീതിയിൽ പലതും ചെയ്യുന്ന ഒരാളാണ്. നമ്മളതിനെ യുക്തി കൊണ്ട് അളന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ആ ഉത്സവം കണ്ടത് തൊട്ട് ഞാൻ എപ്പോഴും ആലോചിക്കും, മേലാസകല ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്, അല്ലെങ്കിൽ മുറിവുകളാണ്. അപ്പോൾ ഇത്രയും മുറിവേറ്റ് മനുഷ്യന് അതിൽ കടന്ന് ഉരുളണമെങ്കിൽ അത് വേറൊരു ഒരു 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 വിശ്വാസം തന്നെയാണത്. അപ്പോൾ ഈ ചൂരൽ എന്ന് പറയുന്നത് 10-36 ഇനമുണ്ട്. നമ്മൾ ഈ കസേരകളും അങ്ങനെയുള്ള സോഫകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ചൂരൽ കൊണ്ടാണ്. ഇതിൻ്റെ പുറത്താണ് മുള്ളുള്ളത്. മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് നഗ്നമായിട്ട് ഇങ്ങനെ നിൽക്കും, നല്ല സ്മൂത്തായിരിക്കും. നമ്മൾ ടീച്ചർമാരടിക്കുന്ന ചൂരൽ ഇതല്ല, അത് വള്ളിച്ചൂരൽ വേറെ ഉണ്ട്, അത് വളരെ ചെറുതാണ്. അങ്ങനെ നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൽ ധാരാളം ചൂരലുകളുണ്ട്. കൂടുതൽ ഞാൻ കണ്ടത് ഗോവ സൈഡിലാണ്. മംഗലാപുരം മുതൽ ഗോവ വരെ ഇഷ്ടം പോലെ ചൂരലുകളുണ്ട്. അപ്പോൾ ചൂരലിനെ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇത് വളരുന്ന രീതി കണ്ടില്ല, മേലോട്ട് ഇങ്ങനെ ഒരു വള്ളി അങ്ങ് എറിഞ്ഞ് പിടിപ്പിക്കുക ചെയ്യുക. എന്നിട്ട് വള്ളിയുടെ ഈ ഒരു സാധനം മേലോട്ട് എറിയും, ഇത് മേലോട്ട് ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ചൂരൽ മേലോട്ട് പോകും. ഒരു പനവർഗത്തിൽപ്പെട്ട സാധനം ആയിട്ടാണ് കണക്കാക്കേണ്ടത്.